എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസിൽ കോടതിയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് തൃശൂർ ജില്ലയിലെ CPM അനധികൃതമായി 100 കോടി രൂപയിലധികം വിവിധ അക്കൗണ്ടുകളിലായി സമ്പാദിച്ചു എന്നും അത് ഡിക്ലെയർ ചെയ്യാത്ത എമൗണ്ടാണ്, പ്രഖ്യാപിക്കാത്ത എമൗണ്ടാണെന്നും രഹസ്യ എമൗണ്ടാണെന്നും 25 അക്കൗണ്ടുകളിലൂടെ ചെയ്തുവെന്നും കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി കൊടുത്ത ലോണുകളുടെ വിഹിതം കൈപ്പറ്റാനുള്ള ഏജന്റുമാരുണ്ടായിരുന്നെന്നും അവരത് കൈപ്പറ്റിയെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. CPMഉം സർക്കാരും ഇതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 100 കോടി രൂപയിലധികം അനധികൃതമായ സ്വത്തുക്കളാണ് CPMന്റെ കണ്ടെടുത്തിരിക്കുന്നത്. അത് ശരിയാണോ ഇല്ലയോ എന്ന് CPM മറുപടി പറയണം. CPM മറുപടി പറയാനുള്ള ബാധ്യത. ഒരു ജില്ലയിൽ ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവനും കൂടി എത്ര ആയിരം കോടി രൂപയുടെ ഏർപ്പാടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റിയൊക്കെ കോടികളുടെ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അനധികൃതമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് കമന്റൊന്നും പറയുന്നില്ല. പക്ഷേ ED കൊടുത്തിരിക്കുന്ന ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഉന്നയിച്ചിരിക്കുന്ന CPMനെ കുറിച്ച് തൃശൂർ ജില്ലയെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയണം. CPM പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേസുമായി ബന്ധപ്പെട്ട് CPI മറ്റൊരു അഭിപ്രായമാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്, മകൾക്കൊപ്പമില്ല. മുന്നണിക്കകത്ത് രണ്ടഭിപ്രായമാണ്. ബിനോയ് വിശ്വം എന്ത് ലക്ഷ്യമിട്ടു? അത് അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. CPM നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് പിന്തുണ കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചില്ലെന്ന്, കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോൾ CPM നേതാക്കൾ അതല്ലല്ലോ ചെയ്തത്. അധികാരത്തിന്റെ കൂടെ നിൽക്കാം എന്നാണ് തീരുമാനം. അപ്പോൾ നമ്മുടെ ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്. രണ്ടാമത് പാർട്ടി യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ CPM നേതാക്കന്മാർക്ക് കാഴ്ചപ്പാടല്ലല്ലോ, ആഴ്ചപ്പാടാണുള്ളത്. ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അപ്പം ഇത് എത്ര ദിവസം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തും മുന്നണിയിലും പുകയുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ്. ആരെങ്കിലും ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും മത്സരിച്ച് സ്തുതിപാഠ സംഘം മത്സരിച്ച് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം കാരണഭൂതനാണ് എന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെതിരായി ചോദ്യം ഉന്നയിക്കാൻ ആരെങ്കിലും വരട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന്. ഞങ്ങൾ എന്തായാലും അതിശക്തമായി അതിനെ വിമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നുള്ള നിലപാടാണ്. CPI ആ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. ഉറപ്പായിട്ടും അവർ എടുക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല.